Around the World in 80 Days by Jules Verne. ഡിറ്റക്റ്റീവ് ഫിക്സും പാസ്പോർട്ടും പതിവായി കണ്ടുമുട്ടും. അവർ ബാറിലിരുന്ന് മദ്യപിക്കും, സംസാരിക്കും. ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് ഒരു കാര്യം തീരുമാനിച്ചു. ഫിലിസ് ഫോഗിനെ കുറിച്ച് ഇനി കൂടുതൽ പാസ്പോർട്ടിനോട് ചോദിക്കണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ പാസ്പോർട്ടിന് സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഡിറ്റക്റ്റീവ് ഫിക്സ് ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് പാസ്പോർട്ട് മറ്റൊരു കാര്യമാണ് ആലോചിക്കുന്നത്. സൂയസിൽ നിന്ന് കണ്ടുമുട്ടിയ ഡിറ്റക്റ്റീവ് ആണെന്ന് പാസ്പോർട്ടിന് അറിയില്ല. അയാൾ ബോംബെ വരെ യാത്രയുണ്ടെന്ന് പറയുന്നു. ബോംബെക്ക് ശേഷം കൽക്കട്ടയിൽ വെച്ച് വീണ്ടും കാണുന്നു. അതിനുശേഷം അവരുടെ കപ്പലിൽ ഹോങ്കോങ്ങിലേക്ക് യാത്രയെന്ന് പറയുന്നു. പാസ്പോർട്ടും അങ്ങനെ ഗഹനമായിട്ട് ചിന്തിക്കുകയാണ്, എന്തായിരിക്കാം ഇയാളുടെ ഉദ്ദേശം. അവസാനം പാസ്പോർട്ട് ഒരു തീരുമാനത്തിലെത്തി. ഫിലിസ് ഫോഗിനോട് ബെറ്റ് വെച്ച ആൾക്കാർ ഫിലിസ് ഫോഗ് ശരിയായ രീതിയിൽ യാത്ര ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ അയച്ചിരിക്കുന്ന ഒരു ഏജന്റാണ് ഡിറ്റക്റ്റീവ് ഫിക്സ് എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മുടെ പാസ്പോർട്ട് എത്തുകയാണ്. ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഇതിനിടയിൽ ഫിലിസ് ഫോഗ് അറിയാതെ അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പലിലും അദ്ദേഹം ഒരു ചീട്ടുകളി സംഘമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പതിവായി ചീട്ട് കളിക്കുന്നു. അതുകൂടാതെ ഓടയുടെ ക്യാബിനിൽ പോകുന്നു. ഓടയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു. പിന്നെ ഈ സമയത്ത് ചിലപ്പോൾ പാസ്പോർട്ട് ആലോചിക്കുന്ന കാര്യമുണ്ട്. ഈ സുഖവിവരമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എപ്പോഴും ഓട വളരെ ആറ്റിറ്റ്യൂഡോടെയൊക്കെ സംസാരിക്കും. വളരെ ആരാധനയോടെ ഫിലിസ് ഫോഗിനെ നോക്കും. ഫിലിസ് ഫോഗിന് എപ്പോഴും നിർവികാരമായൊരു ഭാവം. പാസ്പോർട്ട് ആലോചിക്കും, എൻ്റെ യജമാനന് വാസ്തവത്തിൽ എന്താ കുഴപ്പം? ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് ഇത്രയും നന്നായിട്ട് സംസാരിച്ചിട്ട് യാതൊരു ഭാവമാറ്റവും ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇയാൾക്ക് ഹൃദയമില്ല, ഹൃദയവികാരങ്ങളില്ല. അതല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അഥവാ തലച്ചോറില്ല. ഒന്നുകിൽ ഹൃദയമില്ല, അല്ലെങ്കിൽ തലച്ചോറില്ല. രണ്ടിലേതോ ഒരു സാധനം ഇല്ല എന്നുള്ള കാര്യം പാസ്പോർട്ടും ആലോചിച്ച് തീരുമാനിക്കുകയാണ്. അതേപോലെ വൈകുന്നേരം ഡിറ്റക്റ്റീവ് ഫിക്സും പാസ്പോർട്ടും ബാറിൽ വെച്ച് കണ്ടുമുട്ടി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്പോർട്ട് ചോദിച്ചു, അല്ല സാർ, നമ്മൾ സൂയസിനെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടു, ബോംബെ വരെ യാത്ര ചെയ്തു. പിന്നെ ബോംബെ വെച്ച് പിരിഞ്ഞതിന് ശേഷം കൽക്കട്ടയിൽ വെച്ച് നമ്മൾ വീണ്ടും ഒരുമിച്ച് യാത്ര ആരംഭിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഹോങ്കോങ്ങിൽ നിന്നും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമെന്നാണ്. അതേസമയം ഡിറ്റക്റ്റീവ് ഫിക്സ് ഹോങ്കോങ്ങിൽ വെച്ച് യാത്ര അവസാനിപ്പിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിയിരിക്കുകയാണ്. ഹോങ്കോങ് എത്തുമ്പോഴേക്കും വാറണ്ട് ടെലഗ്രാമായിട്ട് വന്നിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഫിലിസ് ഫോഗിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഡിറ്റക്റ്റീവ് ഫിക്സിനുള്ളത്. ഡിറ്റക്റ്റീവ് പറഞ്ഞു, അതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ യാത്ര ഞാൻ വിചാരിച്ച പോലെ അല്ല നടക്കുന്നത്, എൻ്റെ ഇഷ്ടപ്രകാരമല്ല. പാസ്പോർട്ട് ഒന്ന് ചിരിച്ചു. കാരണം അയാൾ നേരത്തെ ഊഹിച്ചൊരു കാര്യമാണ്, മറ്റാരോ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം. ഡിറ്റക്റ്റീവ് ഫിക്സ് ചിന്തിക്കുന്നത് ആ വാറണ്ട് കയ്യിൽ കിട്ടാത്തതുകൊണ്ട് യാത്ര നീണ്ടുപോകുന്നു എന്നാണ്. രണ്ടാളും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഒരേ കാര്യത്തെക്കുറിച്ച്. പാസ്പോർട്ട് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. ഡിറ്റക്റ്റീവ് ഫിക്സ് ഒന്ന് ഞെട്ടി. എന്ത് ഇവൻ അറിയാമെന്ന്? അതിന്റെ അർത്ഥം ഞാനൊരു ഡിറ്റക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞോ? ഡിറ്റക്റ്റീവ് ഫിക്സ് ഒന്നുകൂടി ഇങ്ങനെ പാസ്പോർട്ടിനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ല, ഇതിപ്പോ ശരിക്കും ഈ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ചെലവൊന്നുമില്ല. പാസ്പോർട്ട് ആലോചിച്ചാ ശരിയാണല്ലോ, മറ്റവരെ അയച്ചിരിക്കല്ലേ, ചെലവൊക്കെ അവരെടുക്കുമല്ലോ. ഡിറ്റക്റ്റീവ് ഫിക്സ് ചിന്തിക്കുന്നത് ചെലവും കാര്യങ്ങളെല്ലാം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വഹിച്ചോളും. കാരണം അവരുടെ റോബറിക്ക് വിധേയമായി നഷ്ടപ്പെട്ട പൈസ കണ്ടെടുക്കാൻ പോകണല്ലോ. ഏതായാലും രണ്ടാളും ഒരേ കാര്യത്തെക്കുറിച്ച് രണ്ട് രീതിയിൽ ആലോചിച്ചുകൊണ്ട് അന്നത്തെ മദ്യപാന സദസ്സൊക്കെ അവസാനിപ്പിച്ച് പിരിഞ്ഞു. റൂമിലെത്തി. ഡിറ്റക്റ്റീവ് ഫിക്സിന് പിന്നെയും ചിന്തകളങ്ങനെ കൂടി വരികയാണ്. പാസ്പോർട്ട് ശരിക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, പാസ്പോർട്ടിനോട് കാര്യം പറയണം. പക്ഷേ പാസ്പോർട്ടും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഫിലിസ് ഫോഗ് ഈ ബാങ്ക് റോബറി നടത്തിയിരിക്കുന്നത്? പാസ്പോർട്ട് ഒരു സഹകുറ്റവാളി ആയിരിക്കുമോ? എങ്ങനെ അറിയാം? ആ ആലോചന അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദിവസേന അവർ കണ്ടുമുട്ടുന്നുണ്ട്. അവസാനം കപ്പല് ഒക്ടോബർ 31 സിംഗപ്പൂരെത്തി. ഫിലിസ് ഫോഗ് പതിവ് പോലെ ഇറങ്ങുന്നു, നേരെ പോകുന്നു. ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി പാസ്പോർട്ട് സീൽ വയ്ക്കുന്നു, തിരിച്ചു വരുന്നു. എല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഡിറ്റക്റ്റീവ് ഫിക്സ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അയാൾക്ക് പതിവ് പോലുള്ള വെപ്രാളമൊന്നുമില്ല. ഫിലിസ് ഫോഗ് പോയാൽ തിരിച്ചു വരുമെന്നറിയാം. എന്താണ് ഉദ്ദേശമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പാസ്പോർട്ട് സീൽ വയ്ക്കും, തിരിച്ചു വരും. അങ്ങനെ വന്ന് കപ്പലിൽ കയറി ഓടയുടെ ക്യാബിനിൽ എത്തിയപ്പോൾ ഓട പറഞ്ഞു, സിംഗപ്പൂർ വളരെ മനോഹരമായ ഒരു സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കാണാൻ പോയാലോ?
ഫിലിസ് ഫോഗ് സമ്മതിച്ചു. അവർ പുറത്തിറങ്ങി, ഒരു കുതിരവണ്ടി വിളിച്ചു, യാത്ര തുടങ്ങി. ഡിറ്റക്റ്റീവ് ഫിക്സ് പെട്ടെന്ന് ഞെട്ടി. എന്ത്, രണ്ടാളും കൂടി സിംഗപ്പൂർ ഇറങ്ങി മുങ്ങാനാണോ പരിപാടി? ആലോചിച്ചു. സിംഗപ്പൂരാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, കാരണം സിംഗപ്പൂർ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിലാണ്. സിംഗപ്പൂർ എവിടെ പോയി വിളിച്ചാലും നമ്മൾ കണ്ടുപിടിക്കും, അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. പാസ്പോർട്ട് അന്വേഷിച്ച് ഡിറ്റക്റ്റീവ് നടപ്പായി. നമുക്ക് പാസ്പോർട്ടിനെ കാണാനില്ല. പാസ്പോർട്ട് പതിവ് പോലെ ഓരോ പോർട്ടിലെത്തുമ്പോഴും ഫിലിസ് ഫോഗിന്റെ നിർദ്ദേശപ്രകാരം തുണി വാങ്ങിക്കാൻ പോകും. ഡ്രസ്സുകളും ഇപ്പോൾ അതുകൂടാതെ ഓടയ്ക്കുള്ള മേക്കപ്പ് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് തിരിച്ചു വന്നു. ചെറിയ സമാധാനം. ഫിലിസ് ഫോഗും വരും. ഫിലിസ് ഫോഗും ഓടയും കൂടി മുങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഡിറ്റക്റ്റീവ് ഫിക്സിന്റെ മനസ്സിൽ വരികയാണ്. ഡിറ്റക്റ്റീവ് ഫിക്സ് പാസ്പോർട്ടിന് എടുത്ത് വെച്ച്, വാസ്തവത്തിൽ ഈ യാത്ര താങ്കളുടെ മുതലാളി ലോകം ചുറ്റാനുള്ള യാത്രയെ തന്നെയാണെന്ന് താങ്കൾ ഇപ്പം വിശ്വസിക്കുന്നുണ്ടോ? സൂയസിൽ വെച്ച് താങ്കൾ പറഞ്ഞു താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പാസ്പോർട്ട് പറഞ്ഞു, ബോംബെ വരെ ഞാനും വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത്രയൊക്കെ വന്നില്ലേ, എൻ്റെ മുതലാളി പറഞ്ഞ പോലെ ചെയ്യും. ഡിറ്റക്റ്റീവ് ഫിക്സ് ഉടനെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. പാസ്പോർട്ട് പറഞ്ഞു, എനിക്കറിയാം. കാരണം അപ്പോഴും പാസ്പോർട്ടിന്റെ മനസ്സിലെ ചിന്ത, ഫിലിസ് ഫോഗിന്റെ ആ ക്ലബിലെ ബെറ്റ് വെച്ച ഫ്രണ്ട്സ് ഡിറ്റക്റ്റീവ് ഫിക്സിനെ അയച്ചിരിക്കുകയാണ്. യാത്ര കംപ്ലീറ്റ് ചെയ്യാതെ ഇടയ്ക്ക് വെച്ച് എവിടെന്നെങ്കിലുമൊക്കെ തിരിച്ചു പോകും, അത് കണ്ടുപിടിക്കണം, അതിനാണ് ഇയാൾ നടക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് പാസ്പോർട്ടിന്റെ മനസ്സിൽ. പക്ഷെ പാസ്പോർട്ട് അത് പറഞ്ഞത് കേട്ടപ്പോൾ ഡിറ്റക്റ്റീവ് ഫിക്സ് ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ചോദിച്ചു, അതെങ്ങനെ അറിയാം? പാസ്പോർട്ട് ഒന്ന് ചിരിച്ചു. അത്രയൊക്കെ അറിയാനുള്ള ബുദ്ധി എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒന്നും പിടികിട്ടാതെ ഡിറ്റക്റ്റീവ് ഫിക്സ് അയാളുടെ ക്യാബിനിൽ പോയിരുന്ന് വീണ്ടും ആലോചനയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഫിലിസ് ഫോഗും ഓടയും തിരിച്ച് കപ്പലിൽ വന്ന് കയറി. കപ്പലിൽ അവിടെ കുറച്ച് അധികം സമയം നിൽക്കും, കാരണം കൽക്കരി നിറയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. രാത്രി 10 മണിയോടെ കപ്പൽ വീണ്ടും യാത്ര ആരംഭിച്ചു. വളരെയധികം വേഗതയിലാണ് ഈ കപ്പൽ പോകുന്നത്. പക്ഷേ ആദ്യം വലിയ യാത്ര തരുന്ന കപ്പലിന്റെ അത്ര വേഗത പറയാൻ പറ്റില്ല, കാരണം അതിനേക്കാൾ കുറെ കൂടി വലിയൊരു കപ്പലാണിത്. യുഎസിൽ നിന്ന് ബോംബെ വരെ യാത്ര ചെയ്ത കപ്പലിന്റെ അത്ര വേഗത അതിനില്ല. സിംഗപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങി ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ ശക്തമായ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടി വലയാൻ തുടങ്ങി. അതോടെ കപ്പലിന്റെ യാത്ര തൽക്കാലം നിർത്തി നടുക്കടലിലെ നങ്കൂരിട്ട് കിടക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഫിക്സ് പാസ്പോർട്ടിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ പോയാൽ താങ്കളുടെ യജമാനന്റെ യാത്ര വിചാരിച്ച പോലെ നടക്കില്ലല്ലോ. പാസ്പോർട്ട് പറഞ്ഞു, അത് താങ്കളുടെ ആഗ്രഹം, പക്ഷെ എൻ്റെ യജമാനൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. പാസ്പോർട്ട് കപ്പലിലെ ക്യാപ്റ്റന്റെ അടുത്തൊക്കെ സംസാരിച്ചു. ക്യാപ്റ്റൻ പറഞ്ഞു, ഈ കാറ്റും കോളും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന റിസ്ക്കാണ്, കപ്പൽ മറിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നങ്കൂരിട്ടിരിക്കുന്നത്. കടൽ ശാന്തമാവാതെ യാത്ര തുടരില്ല. ഏകദേശം 1.5 ദിവസത്തോളം അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു. കപ്പൽ നങ്കൂരിട്ട് 1.5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും യാത്ര ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ഹോങ്കോങ്ങിലെത്താൻ 1.5 ദിവസം വൈകും. പറഞ്ഞ സമയത്തിന് കുറച്ച് മുമ്പേ, കാരണം ഈ കടൽ ശാന്തമായിട്ട് കപ്പലെടുത്തപ്പോൾ പിന്നെ കപ്പല് പരമാവധി വേഗത്തിലാണ് ക്യാപ്റ്റൻ അവിടെ നിന്ന് നീക്കിയത്. അതുകൊണ്ട് വിചാരിച്ച് 1.5 ദിവസം അവിടെ പോയെങ്കിലും അത്രയും വൈകിയില്ല അത് ഹോങ്കോങ്ങിലെത്താൻ. ഏകദേശം 1 ദിവസത്തെ വ്യത്യാസത്തിൽ ഹോങ്കോങ്ങിലെത്തി. ഫിലിസ് ഫോഗ് പുറത്തിറങ്ങി. പാസ്പോർട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പോഴേക്കും ജപ്പാനിലെ യോക്കോഹാമ പോർട്ടിലേക്കുള്ള കപ്പൽ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫിലിസ് ഫോഗ് ശാന്തനായി ചെന്ന് പോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, യോക്കോഹാമയിലേക്കുള്ള കപ്പൽ ഇന്നലെ പോയല്ലോ അല്ലേ? പോർട്ടിലെ ഉദ്യോഗസ്ഥൻ ഫിലിസ് ഫോഗിനോട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സർ, അതിന് ചെറിയ പണികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്, നാളെ രാവിലെ യാത്ര തുടങ്ങുള്ളൂ. ഫിലിസ് ഫോഗ് വീണ്ടും ചോദിച്ചു, പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് യോക്കോഹാമ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് US ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. വീണ്ടും പോർട്ടിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇല്ല സാർ, ഈ രണ്ടും കണക്റ്റഡ് ഷിപ്പുകളാണ്. ഹോങ്കോങ്ങിൽ നിന്ന് ഉള്ള ഈ ഷിപ്പ് യോക്കോഹാമയിൽ എത്തിയാലേ അവിടെ നിന്ന് US ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എല്ലാം കേട്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ പാസ്പോർട്ട്. കാരണം യജമാനന്റെ യാത്ര മുടങ്ങുന്നില്ല. യജമാനൻ എല്ലാം അങ്ങനെ വളരെ നിസ്സംഗ ഭാവത്തിലാണെങ്കിലും പാസ്പോർട്ട് വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ച് കപ്പലിലേക്ക് വന്നു. ഫിലിസ് ഫോഗ് നേരെ ഓടയുടെ ക്യാബിനിലേക്ക് പോയി ഓടയും വിളിച്ച് പുറത്തിറങ്ങി. ഇനി അവിടെ ഒരു ജോലിയും കൂടി ബാക്കിയുണ്ട്. ഓടയുടെ ബന്ധുക്കളെ കണ്ടെത്തി ഓടയെ അയാളെ എത്തിച്ചിട്ട് വേണം യാത്ര തുടരാൻ.
അങ്ങനെ ഫിലിസ് ഫോഗും പെസ്പെർട്ടുവും ഓടയും കൂടി അവിടുത്തെ ഒരു ലക്ഷറി ഹോട്ടലിലേക്ക് പോയി. അവിടുത്തെ റൂമിൽ ഓടയെ കരുതി കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഫിലിസ് ഫോഗ് എണീറ്റു. പെസ്പെർട്ടുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്കണം, എന്ത് കാര്യമുണ്ടെങ്കിലും നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞതിന് ശേഷം ഇറങ്ങി അടുത്തുള്ള ഒരു മാർക്കറ്റിൽ ചെന്ന് അവിടെ ചില ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു. ജെ എന്നാണ് ഈ ഓടയുടെ ബന്ധുവിൻ്റെ പേര്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം ഏകദേശം 2 വർഷം മുമ്പ് കച്ചവടമൊക്കെ മതിയാക്കി, കച്ചവടത്തിൽ നിന്ന് ധാരാളം സമ്പാദിച്ച് കച്ചവടമൊക്കെ മതിയാക്കി അവിടെ നിന്ന് ഹോളണ്ടിൽ പോയി സെറ്റിലായിരിക്കുകയാണ്. ആളിപ്പോൾ ഹോങ്കോങ്ങിലേ ഇല്ല. ഫിലിസ് ഫോഗ് തിരിച്ച് റൂമിലേക്ക് വന്നു, ഓടയോട് കാര്യം പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ പെസ്പെർട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഓട പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്ന് നോക്കി ഇവിടെ തന്നെ അങ്ങ് തുടരാം. ഇവിടെ എന്തായാലും ബ്രിട്ടീഷ് ഭരണമായതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ആരും വന്ന് ഉപദ്രവിക്കില്ല. ഫിലിസ് ഫോഗ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, തൽക്കാലം നമുക്ക് യൂറോപ്പിൽ പോവാം, അവിടെ ചെന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഫിലിസ് ഫോഗ് വിളിച്ചു, പെസ്പെർട്ടു സാർ, യോക്കോഹാമയിലേക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് ക്യാബിനും കൂടി ബുക്ക് ചെയ്യേ. ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് പെസ്പെർട്ടു ഇറങ്ങി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഓടി.